എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറന്റിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. നാടുകാണി ചുരം മാലിന്യമുക്തമാക്കൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ച അസിസ്റ്റന്റ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ യോഗം ചേർന്നു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് വഴിക്കടവിൽ യോഗം ചേർന്നത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായും നാടുകാണി ചുരം സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. കാണുന്ന പലരുടെയും പ്രവൃത്തി ശരിയല്ലാത്തൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. അതായത് ആൾക്കാർ ഇവിടെ വരുന്നതും നമ്മളുടെ സ്ഥലം ആസ്വദിക്കുന്നതും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും നമുക്ക് വേണ്ടൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ്. അത് നമുക്ക് വികസിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊരു വരുമാന മാർഗവും ആവും. അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ ആൾക്കാരത് കാണുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയ വരുമാനം നേടുന്നതിനോടൊപ്പം ഈ സ്ഥലം ഒരിക്കലും മലീമസമാക്കാനുള്ള ഒരു അവകാശം അവർക്കില്ല. ഇത് കാണാനും ഇതുപോലെ അതിൽ നിന്ന് ചെറിയ ഉപജീവന മാർഗം നേടാനുമുള്ള അവകാശമേ അവർക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ, നമ്മുടെ കനോളി പ്ലോട്ടിന് മുന്നേയുള്ള നിലമ്പൂരിൻ്റെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ ചുരത്തിലെ കുറച്ച് സ്ഥലങ്ങളും കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ ഒരു വേസ്റ്റ് ഡംപായിട്ട് പല സ്ഥലങ്ങളും കൺസിഡർ ചെയ്യുന്നു. അവർ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഒരിടത്ത് നിക്ഷേപിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് മാത്രമാണ് അവരുടെ ജോലി. നമ്മളൊരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണോ ചെയ്യാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും അതിൻ്റെ ഫലമായിട്ട് പല സ്ഥലത്തും പ്ലാസ്റ്റിക് കവറുകളും മദ്യക്കുപ്പികളും അടക്കം ഒരുപാട് വേസ്റ്റ്, ഡിസ്പോസബിൾ കപ്പ്, അങ്ങനെ ഒരുപാട് വേസ്റ്റ് കാണുകയുണ്ടായി. ഇത് ഒരു സ്ഥലം വൃത്തികേടാക്കുക അല്ലെങ്കിൽ ഈ കാണുന്നവരുടെ കണ്ണിലെ ഭംഗി കുറയ്ക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വന്ന് നിറയുന്നത് കാരണം നമ്മളുടെ നദികളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ പല സമയത്തായിട്ട് ക്ലീനിങ് ഡ്രൈവുകൾ നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞു. അത് വളരെ പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ആരോ ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തമില്ലാതെ കുറച്ച് ആളുകൾ അവിടെ കളഞ്ഞിട്ട് പോയ വേസ്റ്റാണ്. പക്ഷെ അത് വൃത്തിയാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് ഏറ്റെടുത്ത് കുറച്ച് പേര് നടത്തിയ ക്ലീനിങ് ഡ്രൈവ് ആയിരുന്നു അത് വളരെ പ്രശംസനീയവുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ തരത്തിലുള്ള മെഷേഴ്സ് ഒന്നും തന്നെ ഇത് ഒരു ശാശ്വതമാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു കൂട്ടം ആൾക്കാർ ക്ലീൻ ചെയ്യുന്നു, വേറൊരു കൂട്ടം ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇനി അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് അതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് പ്ലാസ്റ്റിക് ചെക്ക് ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകൾ നമ്മൾ സ്ഥാപിക്കുക എന്നതും, അതുപോലെ നാടുകാണിയെ നമുക്കൊരു ബെറ്റർ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ, മാത്രമല്ല സസ്യജന്തുജാലങ്ങൾക്ക് എസ്പെഷ്യലി ആനകൾക്കൊരു ബെറ്റർ വാസസ്ഥലം ആക്കാനും എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ നാടുകാണി ചുരം സംരക്ഷണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗും കൂടെയാണിത്. അപ്പോൾ ഈ യോഗത്തിലേക്ക് വന്ന അസിസ്റ്റന്റ് കളക്ടർ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവർ സമിതി രക്ഷാധികാരികളാണ്. വകുപ്പ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, ക്ലബ് ഭാരവാഹികൾ, കുടുംബശ്രീ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന തുടങ്ങിയ എല്ലാവരെയും സമിതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട്. നിലമ്പൂരിന്റെ പ്രവേശന കവാടമായ വടപുറത്തും വഴിക്കടവ് ആനമറയിലും പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ അടുത്ത മാസം പകുതിയോടെ സ്ഥാപിക്കും. നിർത്തിയിട്ട് വാഹനങ്ങൾ പരിശോധിക്കാൻ സൗകര്യമുള്ള തരത്തിൽ KNG റോഡ് അരികിലാകും ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക. പ്രത്യേക കലണ്ടർ പ്രകാരം പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, പൊതുമരാമത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയുടെ ചുമതല ഏൽപ്പിക്കും. പഞ്ചായത്ത് പ്രതിനിധി, സന്നദ്ധ സംഘടനാ പ്രതിനിധി, കുടുംബശ്രീ എന്നിവരുടെ സേവനം ചെക്ക് പോസ്റ്റിൽ ഉറപ്പാക്കും. ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം കൈവശമില്ല എന്ന് സത്യവാങ് എഴുതി വാങ്ങും. നാടുകാണി ചുരത്തിൽ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും സ്ഥാപിക്കും. KNG റോഡരികുകളിൽ ആകർഷകമായ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കും. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടിയും പിഴയും ചുമത്തും. ചെക്ക് പോസ്റ്റുകളുടെ സമീപം കുടുംബശ്രീയുടെ തനതുൽപ്പന്ന സ്റ്റാളുകൾ സ്ഥാപിക്കും. യാത്രക്കാരുടെ കൈവശമുള്ള ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം കുടുംബശ്രീ സ്റ്റാൾ വഴി സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും വിൽപ്പനയ്ക്കും വാടകയ്ക്കും നൽകും. ജൂൺ 2-ന് ചുരത്തിൽ മാസ് ക്ലീനിംഗ് നടത്തും. യോഗം അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി സ്വാഗതവും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് നന്ദിയും പറഞ്ഞു.
നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടർ PV ഷാജു, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര. Real fruit power, real juices from Dabur.